എന്താ ചെയ്യാൻ പോണെന്ന് അറിയോ? ഇതെന്താന്നറിയോ? ഇതെന്താന്നറിയോ? അയ്യോ അമ്മ പറഞ്ഞ അമ്മ പറയേ ഇതെന്താന്നറിയില്ലടാ. ശരി ഇളവനല്ലേ? ഇളവൻ കുമ്പളങ്ങ പറഞ്ഞില്ലേ പട്ടായിരുന്നു. ഇത് പിന്നെ എനിക്ക് അറിയാമെന്ന് തോന്നുന്നു. കിളിച്ചുണ്ടൻ കിളിച്ചുണ്ടനാണോന്ന് എനിക്കറിയില്ല. പക്ഷെ സംഭവം കിളിച്ചുണ്ടൻ പോലെ ഉണ്ട് അല്ലേ? വാങ്ങിച്ചത് നമ്മുടെ ചക്കച്ചോള. ഇന്നലെ നമ്മള് ചക്ക കറി വെച്ചില്ല. അപ്പൊ ഈ മാങ്ങ ഒരു പുളിങ്കറി, മാങ്ങ ഇട്ടൊരു പുളിങ്കറിയാണ് കേട്ടോ. ഈ ചക്കച്ചോള ഇട്ടത് വെക്കുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിലൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പണ്ടത്തെ ഒരു കറിയാണ്. ഇനി നിങ്ങൾ കഴിക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇന്ന് നാളെ ഇട്ട് കഴിക്കും. എന്താ വെക്കുമ്പോൾ ഇളവനോണ്ട് എന്താ വെക്കുന്നത്? അപ്പൊ ഇതന്നെ രാജുവാ, ഇതെല്ലാം കൂടി ചേർത്തൊരു കറിയാണ് വെക്കാൻ പോണത്. അവിയലല്ല, അവിയലിന് കുറേ കഷ്ണങ്ങൾ വേണ്ടേ? പയർ വേണം, ക്യാരറ്റ്, അങ്ങനെ കുറേ കഷ്ണങ്ങൾ വേണ്ടേ? ഇതിന്റെ മെയിൻ പറഞ്ഞത് പുളി. ഇതിന്റെ ഈ ചക്കച്ചോളയാണ് മെയിനായിട്ട്. ചക്ക അധികം ഇടില്ല, ഭയങ്കര ഒരു കൊഴുപ്പ് കിട്ടും ഈ കറിക്ക്. നാല് ചക്കച്ചോളയിൽ ഇടുന്നുള്ളൂ. അപ്പൊ ഈ പുളിങ്കറിക്ക് ഈ ചക്കച്ചോളയാണ് ഇതിന്റെ പ്രാധാന്യം. അധികം ആൾക്കാരും അങ്ങനെ ഈ ചക്കച്ചോള ഇട്ട് വെക്കില്ല. പക്ഷെ പണ്ട് എൻ്റെ അമ്മ ധാരാളം വെച്ചിട്ടുണ്ട്. വെള്ളിരിക്ക, കുമ്പളങ്ങ ഒക്കെ ഉപയോഗിച്ചിട്ട്. നാല് ചക്കക്കുരു ഇടും കേട്ടോ. ചക്കക്കുരു ഉണ്ട്, നമുക്ക് ചേർക്കാം. ഈ ചക്കക്കുരു കൂടി ചേർത്തിട്ട് ഈ മാങ്ങയാണ് പുളിക്കിടുന്നത്. മാങ്ങ ഇല്ലെങ്കിൽ സ്വല്പം പുളി കഴിച്ചാലും മതി. ചോറുള്ള അടിപൊളി കറിയാണ് എനിക്ക്. നിങ്ങൾ കഴിക്കുമെന്നൊക്കെ അറിഞ്ഞൂടാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും അത് വെക്കാൻ പോകാം. നമ്മുടെ കഷ്ണമൊക്കെ തയ്യാറായി. അപ്പൊ ഈ ചൊളയുടെ ചക്കക്കുരു കൂടി ഇട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടി കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. ചക്കക്കുരു കൂടി പിന്നെ നമ്മുടെ ചക്ക. പിന്നെ ഇതിൽ പറയാനുള്ളത് ഈ മാങ്ങ ഇത് ഈ ചക്കച്ചോളി നമ്മൾ കുമ്പളങ്ങ ഒരു 3/4% കുമ്പളങ്ങ വേവായിട്ടാണ് ഇത് ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചക്കച്ചോളി മാങ്ങയൊക്കെ പെട്ടെന്ന് കുഴഞ്ഞു പോകും. മാങ്ങ ഉണ്ടാവും, ഒന്ന് ചെനച്ച മാങ്ങയാണ്, പുളി കുറവാണ്. നമുക്ക് നല്ലതാ. പുളി അധികം ഉണ്ടായാലും ശരീരത്തിന് ദോഷമാണ്. ഇതൊക്കെയാണ് ആരോഗ്യകരമായ ഭക്ഷണം. അതാണ് ഞങ്ങൾക്ക് നോണും നേനക്കല്ലേ വേണ്ടേ, ഒന്നും വേണ്ടല്ലോ. എന്തായാലും ഞാൻ വെക്കാൻ പോവാണ്. ആരും കഴിച്ചില്ലെങ്കിലും എനിക്ക് സങ്കടമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇന്നും നാളെയും കഴിക്കും. മാങ്ങയിട്ട പുളിങ്കറി, മാങ്ങയില്ലെങ്കിലും ഇങ്ങനെ വെക്കുന്നത് വളരെ നല്ലതാണ്. പുളിങ്കറി ശരിക്കും പുളിങ്കറി എന്ന് പറയാം കേട്ടോ. ഞാൻ കറി തയ്യാറാക്കാൻ പോവാണ്. നമ്മളെ കറി എളുപ്പത്തിൽ തയ്യാറാക്കാൻ ഒറ്റ വിസിൽ വരുമ്പോഴത്തേനും നമ്മൾ കുക്കറിലിട്ട് വേവിക്കുകയാണ് കേട്ടോ. കുമ്പളങ്ങയും ചക്കക്കുരു മാത്രം. ചക്കയും മാങ്ങ അവിടെ ഇരിക്കട്ടെ. കുമ്പളങ്ങയും ചക്കക്കുരു മാത്രം. നമ്മുടെ വീട്ടിലുണ്ടായ കുമ്പളങ്ങ കേട്ടോ. തോലിയൊക്കെ കളഞ്ഞെടുത്തു, അതുകൊണ്ടാണ് വീണ്ടും കഴുകാത്തത്. അതിലൊരു കപ്പ് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് മുളക് പൊടി ഒരു ചെറിയ സ്പൂണ്, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ ഉപ്പും ആവശ്യത്തിന്. വേണ്ടു. കുമ്പളങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് മാങ്ങിയതിന് ശേഷം നമ്മൾ മാങ്ങി ചക്കച്ചോളൊക്കെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കും. പിന്നെ വറുത്തിടും. അതാണ് നമ്മുടെ കറി.
രാജിന് പേടിയല്ലോ കുക്കർ തുറക്കുമ്പോൾ ഒരു പേടിയാണ് അല്ലേ. എന്നാൽ നമുക്കതിലേക്ക് കൊട്ടാട്ടോ. സുഖമായി വെന്ത് കിട്ടി. ഒരു 3 മിനിറ്റ് സമയം കൊണ്ട് ഒരു വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മാങ്ങയും ചക്കച്ചവയൊക്കെ ഇട്ടിട്ട് ഒരു പച്ചമുളക് കഷ്ണാക്കി ഇടുന്നത്. അതുപോലെ ചക്കച്ചവ എല്ലാം കൂടെ ഒന്നിച്ചിടാം. മാങ്ങ അധികം പുളിയില്ലാത്തതാണ് അതുകൊണ്ട് മാങ്ങ ഒരു 3 മിനിറ്റ് സമയം തന്നെയാണ് വേണ്ടു തിളച്ച് വേവാനായിട്ടേ. വെന്ത് കഴിഞ്ഞാൽ വാങ്ങാം. നമ്മുടെ കറി പാകമായിട്ടോ, നന്നായി വെന്ത് നല്ല യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി അധികം വേവണമെന്നില്ല, ആവശ്യത്തിനുള്ള വേവായി. കറി വാങ്ങാം. നമ്മൾ വറുത്തിടാനുള്ള തയ്യാറെടുപ്പ്. ഒരു സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ചൂടാട്ടെ കേട്ടോ. ചെറിയ സ്പൂണിൽ കടുക്, ഒരു വറ്റൽമുളക്, ചെറിയ സ്പൂണിൽ 1/4 ടീസ്പൂൺ ഉലുവ, ഉലുവന്ന് മൂത്ത് വരും. നല്ലൊരു മണം വരും. ഉലുവ മുട്ടുമ്പോഴേ ഉലുവ നന്നായി നല്ലൊരു ബ്രൗൺ കളറാണ്. ഉലുവ ഇങ്ങനെ ബ്രൗൺ കളറാകുമ്പോഴാണ് നമ്മൾ വാങ്ങുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു നല്ല മണം വരിക. അപ്പോൾ മുളക് നന്നായി മൂത്തു, ഉലുവ ഏകദേശം ബ്രൗൺ കളറായി. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമുക്കിനി വാങ്ങാം. കറി സൂപ്പറാണ്. അല്ലെങ്കിൽ ചോറിന് അടിപൊളിയല്ല കേട്ടോ. വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കിയോളൂ. സൂപ്പറാണ്. ഓക്കെ, നമ്മൾ കുറച്ച് കറി വെച്ചിട്ടുണ്ട് രാജ.